കോഴി മേടിക്കണ്ട, ജെയിംസ് കുട്ടി കൂട്ടുന്നില്ല. നല്ല താറാവിനെ കിട്ടുമെങ്കിൽ 2 വാങ്ങിച്ചു. വേഗം വരണം കേട്ടോ. ആ എന്തായി പോയ കാര്യം? അവർക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താ? അതിപ്പോഴെങ്ങനെ അറിയാനാ? അവര് പോയെങ്കിൽ പോട്ടെന്ന്, നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതിപ്പെടണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ നില അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അല്പം കൂടി ക്ഷമിക്കുന്നതാണ് നല്ലത്. ജെയിംസ് കുട്ടി വരൂ. മോനെ എവിടെ പോയിരുന്നു? വെറുതെ ഒന്നടക്കാൻ. എടാ മോനെ, അടുത്ത ആഴ്ച നമുക്കൊരു വിദേശ പര്യടനത്തിന് പോണം. എന്തിനാ പച്ച? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ല. കർത്താവേ, എന്റെ മോനിത് എന്തു പറ്റി? രാധേ, കരയാതെ. ഞാൻ നിനക്ക് വേണ്ടി മടങ്ങി വന്നിരിക്കുകയാണ്. ഇതുവരെ എവിടെയായിരുന്നു? ഒളിവിൽ. ഈ ഓണത്തിനെങ്കിലും നിനക്കൊരു പുടവ തരണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇതാ. ഇത് കൊടുത്തുകൊണ്ട് ചേട്ടനോടൊപ്പം 4 പേര് കാണുക നടക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. കരയാതിരിക്കൂ. നീ എന്റേതാണ്. എന്റേത് മാത്രം. എന്താ സ്വപ്നം കാണാണോ? ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി. ഇന്നലെ കെട്ടിപ്പോഞ്ഞോണ്ടൊന്നും ഇതായിരുന്നോ? നല്ല സാരി. എനിക്ക് ഈ നിറം ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? ലില്ലിക്കുട്ടി, ഈ സാരി നിനക്ക് വേണ്ടി വാങ്ങിയതല്ല. പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലുണ്ട്. ഇത് അവൾക്കാണ്. ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് കുറെ കാലത്തിന് മുമ്പ് ഞാൻ നാട് വിട്ടതാണ്. ഇപ്പോൾ എനിക്ക് വീട്ടിലൊന്ന് പോണമെന്ന് തോന്നി. വെറും കൈയുമായി അവളെ പോയി കാണുന്നത് ശരിയാണോ? ലില്ലിക്കുട്ടി, എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ ശേഷം 6 മാസത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നു. നിന്റെ അപ്പൻ എനിക്ക് കയറി കിടക്കാൻ ഇടം തന്നു. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ എന്നെ കരുതി. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നും എനിക്കെന്റെ കൊച്ചു സഹോദരിയായിരിക്കും. രാധേ, രാധേ, രാധേ. മോളെന്തേ? അവളുറങ്ങി. എന്താ ഇത്ര വൈകിയത്? ശമ്പളം കിട്ടിയ ദിവസമല്ലേ? ജോലി കഴിഞ്ഞ് മാർക്കറ്റിലൊന്ന് പോയി. എന്താ ഇത്? തുറന്നു നോക്ക്. മാലയോ? എനിക്കെന്തിനാ ഇനി ഇതൊക്കെ? നിനക്കല്ല, എന്റെ മോൾക്ക്. അവളുടെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മായി കൊടുക്കുമായിരുന്നു. ആ കുറവ് ഒരിക്കലും അവൾക്കുണ്ടാവരുത്.
കൊച്ചുമലയാളി കൊച്ചുമലയാളി ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നല്ല മണം. പൂക്കൾ ഇത്രയ്ക്ക് ഇഷ്ട? അതെ, പക്ഷേ എത്ര പെട്ടെന്നാണ് ഇത് വാടിക്കരിയുന്നത്. ചില കാട്ടുപൂക്കളുണ്ട്, ഒത്തിരി നാൾ വാടാതെ നിൽക്കും. അതിന് മണം കാണില്ല. മലെ, എന്നും എനിക്ക് പൂക്കൾ കൊണ്ടുവരുമോ? തരാം. നാളെ എവിടെ കാണും? നാളെയോ? നാളെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ രാവിലെ പൂകൊണ്ട് തരാം. ഞാനിത് കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ്. അവളെ വിളിക്കൂ. വേണ്ട മുതലാളി, രാധയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇനി മുതലാളിയുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാധേ, വാസു പറഞ്ഞത് നേരാണോ? അതെ, ഇത്രയും നാൾ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചു. ഇനി എനിക്കത് കേൾക്കാൻ വയ്യ. മുതലാളിയുടെ വീടായതുകൊണ്ടാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. അച്ഛനല്ലേ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്? ക്ഷമിക്കണം മുതലാളി, രാധയും കുഞ്ഞിനെയും പോറ്റാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. മുതലാളി മേലാൽ ഇവിടെ വരരുത്. പണ്ട് ഈ തോട്ടത്തിൽ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾ ഒരു പാവപ്പെട്ട കൂലിക്കാരിയുമായി ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അയാൾക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. റൈറ്ററുടെ വിശ്വസ്തനായൊരു വേലക്കാരൻ അയാളെ രക്ഷിക്കാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. പ്രസവത്തോടെ അവൾ മരിച്ചു. അനാഥയായ ആ കുഞ്ഞിനെ അയാൾ വളർത്തി. ആ റൈറ്റർ തോട്ടുടമയായി. മകൾ വളർന്നു. അവളെ എന്നും കാണാൻ ആ അച്ഛനോട് എത്തുമായിരുന്നു, എല്ലാ അപവാദങ്ങളും സഹിച്ചുകൊണ്ട്. അന്നത്തെ ആ വേലക്കാരനാണ് ഈ നിൽക്കുന്ന ഗോവിന്ദൻ. ആ കുഞ്ഞാണ് നീ. ആ ക്രൂരനായ അച്ഛനാണ് ദൈവം എനിക്ക് മാപ്പ് തരട്ടെ.